ഇത് ഗുണ്ടൽപെട്ടിലെ ഒരു സൂര്യകാന്തി പാടമാണ്. ഇത് പ്രൈവറ്റായിട്ട് ആൾക്കാർ നടത്തുന്നതാണ്. നമുക്കതിനകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ മുതലാളി പറയുന്നത് പെർ ഹെഡ് 100 രൂപ കൊടുത്തതിനകത്ത് കയറ്റാം, പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. സൈഡിലൊക്കെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് പൊയ്ക്കൊള്ളാനാണ് പറയുന്നത്. നമുക്ക് സ്വിം ചെയ്യാവുന്ന ക്യാമറയൊക്കെ ഉള്ള സ്ഥിതിക്ക് പിന്നെ അയാൾ 100 രൂപയും കൊടുത്ത് അകത്ത് കയറിയെന്ന് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഗോപാൽസ്വാമി ബെട്ടിലേക്കാണ് പോകേണ്ടത്. ആ വഴിയിലാണ് ഈ പൂപ്പാടം ഞങ്ങൾ കണ്ടത്. ഗോപാൽസ്വാമി ബെട്ടിൻ്റെ സന്ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുണ്ടൽപെട്ട് വന്നു. അത് ബോർഡർ ചെക്ക് പോസ്റ്റിന് അടുത്തായിട്ടാണ് ഈ പൂപ്പാടമൊക്കെ കാണുന്നത്. ഇവിടെ ജമന്തിയും ചെണ്ടുമല്ലിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂപ്പാടത്തിൻ്റെ അകത്ത് കയറാൻ സമ്മതിക്കും. പിന്നെ പൂവിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് പൂവിനെ തൊട്ട് തലോടിയിട്ടൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അവർ സമ്മതിക്കും. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച നിലവാരമൊന്നും ഇവിടെ ഇല്ല. ഞാൻ പ്രതീക്ഷിച്ച നിലവാരം എന്ന് പറഞ്ഞാൽ അനന്തമായി കിടക്കുന്ന പൂപ്പാടങ്ങൾ, ആ പൂപ്പാടത്തിൽ ഇങ്ങനെ ആൾക്കാർ ഓടി കിടക്കുന്നതും അതിൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ആ മനസ്സിലുണ്ടായിരുന്ന ആ സങ്കല്പങ്ങളൊക്കെ പോയി. ഇത് കുറച്ച് ഭാഗത്ത് ഈ മലയാളികളെ കാണിക്കാൻ വേണ്ടി മാത്രം, അവരെ കയറ്റി ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു പൂപ്പാടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത ഞങ്ങൾ ഇത് പൂപ്പാടത്തിൻ്റെ തന്നെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. ഈ മലയാളികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു പൂപ്പാടമാണ്. അവരെ കയറ്റി നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു പൂപ്പാടമാണ്. വർത്തൊന്നുമല്ലത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇവിടെ ഒരു ഗുണ്ടൽപെട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപെട്ടിൽ തന്നെ ഒരു മുന്തിരിപ്പാടമുണ്ട്. ആ മുന്തിരിപ്പാടം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റ് പെർ ഹെഡ് 20 റുപ്പീസാണ്. ടിക്കറ്റ് എടുത്താൽ ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഈ കമ്പത്തെ മുന്തിരിത്തോട്ടത്തിലും പക്ഷേ ടിക്കറ്റൊന്നും എടുക്കണ്ട, അവിടെ ഫ്രീ ആയിട്ട് നമ്മളെ കയറ്റും. അവിടെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കും. ഇത് മുന്തിരിത്തോട്ടത്തിലെത്തി. ഇത് കുറച്ച് സ്ഥലം, ഒരു 10-20 സെൻറ്റ് സ്ഥലത്ത് ഇവർ കൃഷി നടത്തിയിരിക്കുകയാണ്. അത് മലയാളികൾക്ക് കാണാൻ വേണ്ടി മാത്രം കൃഷി നടത്തിയേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വിളവിനേക്കാൾ എത്രയോ മടങ്ങ് രൂപ അവർക്ക് ആളെ കയറ്റി ഇവിടൊപ്പം കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചെന്തായാലും മുന്തിരി നിറയെ പിന്നെ കിടപ്പുണ്ട്. ഇത് വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്തതാണോ അല്ല ടൂറിസം സാധ്യത മുന്നിൽ കണ്ട് ചെയ്തതാണോ എന്നറിയത്തില്ല. എന്നാലും വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ ഇവന്മാർ പഠിച്ചു പോയി. കമ്പത്തെ മുന്തിരിത്തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഏക്കർ കണക്കിന് വിസ്തൃതി കിടക്കുന്ന സാധനമാണ്. അവിടുത്തെ ഗ്രേപ്പ് ജ്യൂസൊക്കെ നല്ല ഗ്രേപ്പ് ജ്യൂസാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. കമ്പത്ത് ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. ധാരാളം ആൾക്കാർ വയനാട്ടിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. അവിടെ ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ അവരെല്ലാം ഇങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. ഗുണ്ടൽപെട്ട് ആ ഭാഗത്തിലേക്കാണ് അവർ വെച്ച് പിടിക്കുന്നത്. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഇത് കാണുന്നത് വളരെ കുറച്ചായിട്ട് തോന്നുന്നുണ്ട്. വളരെ വർത്തായിട്ട് തോന്നുന്നില്ലത്. കൊല്ലത്തു നിന്നൊക്കെ പറഞ്ഞെങ്കിൽ നല്ലൊരു ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട്. കമ്പന്തേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊല്ലത്തുനിന്ന് അടുത്താണ്. പക്ഷേ ഇതിനേക്കാളും വലിയ മുന്തിരിത്തോട്ടവുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ള മുന്തിരിത്തോട്ടമാണ്. ഇത് കണക്ക് ചെറിയ മുന്തിരിത്തോട്ടമല്ല അവിടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ മുന്തിരിത്തോട്ടം ഉണ്ടോ എന്നറിയത്തില്ല. നമ്മളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന മുന്തിരിത്തോട്ടമായിരിക്കും ചിലപ്പോൾ ഇത്.